ഗാന്ധിജിയുടെ ജന്മദിനമാണ്. ആദരവർപ്പിക്കാൻ, അനുസ്മരിക്കാൻ, പുഷ്പാർച്ചന നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലേക്ക് എത്തുകയാണ്. സ്വച്ഛ് ഭാരതിൻ്റെ 10 വർഷം പൂർത്തിയാക്കുന്ന സമയം കൂടിയാണിത്. അപ്പോഴാണ് ഗാന്ധിജിയുടെ ജന്മദിനം, സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ 10ാം വാർഷികാഘോഷം. അപ്പോൾ ശുദ്ധമായ, സംശുദ്ധമായ പരിസരം എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി 10 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ആശയത്തിലൂടെ വിഭാവനം ചെയ്തത്. ഈ സ്വച്ഛ് ഭാരത് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇന്ന് പങ്കാളിയാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഇതിനെ തുടർന്ന് അങ്ങോട്ട് പ്രധാനമന്ത്രിക്ക് അത്തരത്തിലുള്ള പരിപാടികളുമുണ്ട്. ജനം TV-യിൽ തത്സമയം അതും ഞങ്ങൾ കൊണ്ടുവരും. ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു വാർത്താ ദിവസം കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. നമുക്ക് വാർത്തകളിലേക്ക് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. രാവിലെ തന്നെ സജീവമായൊരു വാർത്താ ദിനം. ഒരുപക്ഷെ ഇന്ന് പബ്ലിക് ഹോളിഡേ എന്നത് ആരും കണക്കിലെടുക്കുന്നില്ല എന്ന് തോന്നുന്നു. സ്വച്ഛ് ഭാരതുമായി ബന്ധപ്പെട്ട എല്ലാവരും വളരെ തിരക്കിലാണ്. പ്രധാനമന്ത്രി എല്ലാ ദിവസവും ചെയ്തു വരുന്ന ജോലിയിൽ നിന്ന് ഒന്ന് മാറി ഭൂമിയെ ശുചീകരിക്കുക എന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ് മുഴുവൻ പേരും. അപ്പോൾ അത് 10 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് എത്രമാത്രം വിജയം കൈവരിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അത്. രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തും. ഗാന്ധി സ്മരണയിൽ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുന്നു.